ഒരു മനുഷ്യൻ തന്റെ ജോലിയും ഉത്തരവാദിത്തങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുമ്പോഴാണ് അവന്റെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഓരോ വ്യക്തിയും സന്തോഷത്തോടെയും ആശ്വാസത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ ഘട്ടമാണ് വാർദ്ധക്യം എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ഈ ഘട്ടത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ ഒരു വ്യക്തി അതിനു മുന്നേ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന അത്തരം ചില കാര്യങ്ങൾ ഇതാ. ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ ലീസൺ ഇതാണ്: പലപ്പോഴും ചെറുപ്പത്തിൽ ശരീരം ശ്രദ്ധിക്കാത്തത് വാർദ്ധക്യത്തിൽ പ്രശ്നമാകും. ശരീരത്തിലെ ഊർജം മുഴുവൻ യൗവനകാലത്തിൽ ചെലവാക്കുന്നവർക്ക് വാർദ്ധക്യത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതിനാൽ നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുകയും ഏതെങ്കിലും ലഹരിയും ദുശ്ശീലങ്ങളും ഒഴിവാക്കുകയും ചെയ്യുക. ഇത് വാർദ്ധക്യത്തിലും നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ ലീസൺ ഇതാണ്: നിങ്ങൾ ജീവിതത്തിൽ ധാരാളം പണവും ഭൗതിക സുഖങ്ങളും സ്വരൂപിച്ചാലും നിങ്ങൾക്ക് സംതൃപ്തി അനുഭവപ്പെടുന്നില്ലെങ്കിൽ എല്ലാം ഉപയോഗശൂന്യമാണെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംതൃപ്തി തോന്നുകയും ദൈവം തന്ന കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കടന്നു പോകുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ ലീസൺ ഇതാണ്: മറ്റൊരാളെ നിസ്വാർത്ഥമായി സഹായിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ലെന്ന് ചാണക്യൻ പറയുന്നു. ദാനവും ദയയുമാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. ഇന്നത്തെ നിങ്ങളുടെ സഹായം നിങ്ങളുടെ നാളെയെ രൂപപ്പെടുത്തുന്നു. നല്ല കാലത്ത് ചെയ്യുന്ന സൽപ്രവൃത്തികൾ കാരണം നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കടന്നു പോകുന്നു. അതിനാൽ മറ്റുള്ളവരെ സഹായിക്കാനായി എപ്പോഴും നിങ്ങളുടെ കൈകൾ നീട്ടുക. ചാണക്യൻ പറയുന്ന നാലാമത്തെ ലീസൺ ഇതാണ്: വാർദ്ധക്യത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് താമസിച്ചാൽ വാർദ്ധക്യം സുഖകരവും സന്തോഷകരവുമായി കടന്നു പോകുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. വാർദ്ധക്യത്തിൽ കൊച്ചുമക്കളോടൊപ്പം കഴിയുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ ലീസൺ ഇതാണ്: അച്ചടക്കം. അച്ചടക്കത്തിലൂടെയും പരിശീലനത്തിലൂടെയും മാത്രമാണ് ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നത്. എല്ലാ ജോലികളും കൃത്യസമയത്ത് ചെയ്യുന്നവർക്കും അച്ചടക്കത്തോടെ ദിനചര്യകൾ നടത്തുന്നവർക്കും ഒരിക്കലും ആരെയും ആശ്രയിക്കേണ്ടി വരില്ലെന്ന് ചാണക്യൻ പറയുന്നു. അത്തരമൊരാൾ തന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടുന്നു. ചാണക്യൻ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിക്ക് തന്റെ ജോലി ശരിയായ സമയത്തും ശരിയായ രീതിയിലും ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ അയാൾക്ക് വാർദ്ധക്യത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല. ഭക്ഷണശീലങ്ങൾ: നിശ്ചിത സമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക, വ്യായാമം ചെയ്യുക തുടങ്ങി എല്ലാ കാര്യങ്ങളും മുറ തെറ്റാതെ ചെയ്യുക. നല്ല ആരോഗ്യത്തിന് ഇത് വളരെ പ്രധാനമാണ്. ഒരാൾ ഒരിക്കലും അച്ചടക്കം ഉപേക്ഷിക്കരുത്. ചാണക്യൻ പറയുന്ന ആറാമത്തെ ലീസൺ ഇതാണ്: നിങ്ങൾക്ക് പണമുള്ളിടത്തോളം കാലം നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലായിടത്തും വിലമതിക്കപ്പെടും. എന്നാൽ പണത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ഉപേക്ഷിക്കുന്നു. ഒരു വ്യക്തി പ്രായപൂർത്തിയാകുമ്പോൾ ഈ ദുഃഖം വർദ്ധിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും പണം നന്നായി ഉപയോഗിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. പണം ലാഭിച്ചാൽ വാർദ്ധക്യത്തിൽ ഒരു കൈത്താങ്ങിനായി ആരുടെ മുന്നിലും കൈനീട്ടി നിൽക്കേണ്ടി വരില്ല എന്ന് ഗുരു ചാണക്യൻ പറയുന്നു. ചാണക്യ വചനങ്ങൾ സ്വീകരിച്ച് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ ജീവിതത്തിലും സർവ്വ ഐശ്വര്യങ്ങളും നേടുവാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് സർവശക്തന്റെ നാമത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു.